1905 ഒ ഹെൻറി എഴുതിയൊരു പുസ്തകമാണ് ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറയുന്നത്. ഒരു ക്രിസ്മസിന് ചുറ്റിപ്പറ്റി റിവോൾവ് ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. അതിൽ ഹസ്ബൻഡും വൈഫും വളരെ ക്ലോസ് നിറ്റ് ഫാമിലിയാണ്. അവർ ഭയങ്കര ഡീപ്പ് റൊമാൻസ് രണ്ടുപേരും തമ്മിൽ. ആൻഡ് ആ റൊമാൻസ് മുമ്പോട്ട് നീങ്ങുമ്പോൾ വൈഫിന് നല്ല ബ്യൂട്ടിഫുൾ മുടിയുണ്ടായിരുന്നു. അപ്പം ബ്യൂട്ടിഫുൾ ഗോൾഡൻ ബ്ലോണ്ട് ഹെയർ. പുള്ളിക്കാരി എപ്പോഴും പുള്ളിക്കാരുടെ മുടിയിൽ ഭയങ്കര പ്രൗഡായിരുന്നു. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആളുടെ മുടി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹസ്ബൻഡിന് കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു. പുള്ളിയുടെ പൂർവികന്മാർ ഇതുപോലെ ഇങ്ങനെ കൈമാറി വന്നതാണ് ആ വാച്ച്. അപ്പം അതിനും ഭയങ്കര വില കൂടിയൊരു വാച്ചായിരുന്നു. അത് പഴക്കം ചെന്നു. ആ വാച്ചിൻ്റെ ചെയിൻ ഇതുപോലെ പൊട്ടിപ്പോയി. അപ്പം വൈഫ് തീരുമാനിക്കുകയാണ്, ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഞാൻ ഹസ്ബൻഡിന് ആ ചെയിന് മേടിച്ചു കൊടുക്കും. നല്ലൊരു വിലപ്പെട്ട ചെയിൻ വാച്ചിന് ഞാൻ വാങ്ങിക്കൊടുക്കും. ഹസ്ബൻഡ് തീരുമാനിക്കുകയാണ്, അവളുടെ ബ്യൂട്ടിഫുൾ വളരെ മനോഹരമായ മുടി, അതിന് പറ്റിയ 2 ചീർപ്പ് ഞാൻ വാങ്ങിക്കൊടുക്കും എന്ന് ഹസ്ബൻഡ് ചിന്തിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും സാമ്പത്തികമായിട്ട് അത്ര സ്ട്രോങ് ആയിരുന്നില്ല. രണ്ടുപേരും അവർ സ്വരൂപിച്ച പൈസയൊക്കെ നോക്കിയപ്പോൾ അതിന് തികയുന്നില്ല. അപ്പം ഉടനെ വൈഫ് ചിന്തിക്കുന്ന ഇതാണ്, ഹസ്ബൻഡിൻ്റെ കയ്യിൽ ചെയിൻ വാങ്ങിക്കൊടുക്കണമെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗ്ഗം എൻ്റെ മുടി വിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ മുടി വെട്ടി അത് വിറ്റ് അതുകൊണ്ട് ഒരു ചെയിൻ, വില കൂടിയ ചെയിൻ വാച്ചിന് വേണ്ടിയുള്ളത് പുള്ളിക്കാരി വാങ്ങിയത് ഗിഫ്റ്റ് റാപ്പ് ചെയ്തു. ഹസ്ബൻഡ് നോക്കുമ്പം വൈഫിന് വേണ്ടി ആ ഗിഫ്റ്റ് വാങ്ങണമെങ്കിൽ പൈസയ്ക്ക് വേണ്ടി പുള്ളിയെ വാച്ച് വിൽക്കുകയാണ്. വാച്ച് വിറ്റിട്ട് അതുകൊണ്ട് ആ വില കൂടിയ 2 ചീർപ്പ് വൈഫിന് വേണ്ടി വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് രണ്ടുപേരും കൂടെ വന്ന് പരസ്പരം ഗിഫ്റ്റ് കൈമാറുന്ന ഒരു സിനാരിയോണ് ഒ ഹെൻറി അതിലൂടെ വിവരിക്കുന്നത്. ആൻഡ് രണ്ടുപേരും ഗിഫ്റ്റ് തുറക്കുമ്പം ഒരു നിമിഷത്തേക്കിന് ആശ്ചര്യപ്പെട്ട് രണ്ടുപേരും കണ്ണി നോക്കുകയാണ്. കാര്യം ഹസ്ബൻഡ് ചീർപ്പ് മേടിച്ചു, പക്ഷേ വൈഫ് മുടിയില്ല. വൈഫ് ചെയിൻ വാങ്ങി അതിടാനുള്ള വാച്ചുമില്ല. രണ്ടുപേരും തമ്മിൽ നോക്കി രണ്ടുപേരും വളരെ പുഞ്ചിരിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടുപേരുടെയും ഗിഫ്റ്റ് പരസ്പരം ആവശ്യം വന്നില്ല. യൂസ് ഇല്ലാത്ത 2 ഗിഫ്റ്റുകളായി മാറി. പക്ഷെ അതിലുപരി രണ്ടുപേരും അവർ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി അവർ മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് ആ സ്റ്റോറിയിലൂടെ ഒ ഹെൻറി നമ്മളോട് കാണിക്കുന്നത്.